എന്ത് ചെയ്തിട്ടും പണം സേവ് ചെയ്യാൻ പറ്റുന്നില്ല. മാസാവസാനം പൈസ ഒക്കെ എങ്ങനെ പോയി എന്ന് ആലോചിച്ചിരിക്കും. പ്രവാസികളടക്കം പലരും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും ഇത്. എങ്ങനെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും? അവിടെയാണ് ജപ്പാൻകാരുടെ ഒരു ടെക്നിക്ക് ഉള്ളത്, കക്കയുമ്പോ, ദ ആർട്ട് ഓഫ് സേവിങ് മണി. ഒരുപക്ഷെ അറിയാത്തവർക്ക് ഈ ഒരു ടെക്നിക്ക് ചിലപ്പോൾ ഉപകാരപ്രദമായിരിക്കും. 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ തുടങ്ങിയിട്ടുള്ള ഈ ഒരു ടെക്നിക്ക് പലരും അറിഞ്ഞും അറിയാതെയൊക്കെ പ്രയോഗിക്കുന്നവരുണ്ട്. കേൾക്കുമ്പോൾ ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ പ്രാവർത്തികമാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് മാറും. അതായത് ഈ അക്കൗണ്ടും UPIയും ATM ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ജപ്പാൻകാർ ഓരോ ആവശ്യത്തിനുള്ള പണം ഓരോ എൻവലപ്പിൽ അതെന്തിനാണ് എന്ന് എഴുതിയിട്ട് സൂക്ഷിക്കും. ഓരോ കവറിനും കൃത്യമായിട്ടുള്ള ഉദ്ദേശം ഉണ്ടാകും. ആ കവറിലെ പണം തീർന്നു കഴിഞ്ഞാൽ ആ വകയിലുള്ള ചെലവാക്കൽ ആ മാസം അന്നത്തോടെ നിർത്തും. അവിടെ വൈകാരികമായിട്ടുള്ള ന്യായീകരണമോ കടം വാങ്ങലോ ഒന്നും ഉണ്ടാവില്ല. ഇതാണോ ഇപ്പം ഇത്ര വലിയ കാര്യം? ഇത് കേൾക്കുമ്പോൾ തോന്നും നമുക്കത് ഫോണിലോ അല്ലെങ്കിൽ എക്സലിലോ ഒക്കെ ഈ കാര്യം നോട്ട് ചെയ്ത് വെച്ചാൽ പോരെ എന്ന്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ പേന കൊണ്ട് പേപ്പറിൽ എഴുതി വെക്കുന്ന കാര്യം അത് നമ്മുടെ തലച്ചോറിൽ അതിൻ്റെ മൂല്യം കൂടുതലായിട്ട് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതിനെ പെയിൻ ഓഫ് സ്പെൻഡിങ് എന്നാണ് അറിയപ്പെടുന്നത്. എവിടെയാണ് പണം പോകുന്നത് എന്നുള്ള കൃത്യമായ ബോധം ഇതിലൂടെ ഉണ്ടാകുമത്രേ. ഇനി ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ടെക്നിക്ക് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? അതായത് ഈ എൻവലപ്പിനും കവറിനും ഒക്കെ പകരം നമുക്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ടെക്നിക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് വരുമാനം വരുന്ന ഒരു മെയിൻ അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഇതിന് പുറമെ 3 അക്കൗണ്ടുകൾ തുടങ്ങണം. ഇതിൽ ഒന്നാമത്തെ അക്കൗണ്ടാണ് നീഡ്സ് അക്കൗണ്ട്. അതിൽ വീട്ടുവാടക, ബില്ലുകൾ, കുട്ടികളുടെ ഫീസ് തുടങ്ങിയ ഫിക്സ്ഡ് ചെലവുകൾ ഇതിലേക്ക് മാറ്റണം. ഇത് തൊടാൻ പാടില്ല, എല്ലാം കൊടുക്കാനുള്ളതാണ്. ഇനി അടുത്തത് സേവിങ്സ് അക്കൗണ്ട്. അതായത് ഈ ചെലവാക്കുന്നതിന് മുമ്പേ ആദ്യം ഈ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഒരു 20%, 30% നമ്മൾ മാറ്റി വെച്ചിരിക്കണം. ഇത് പിന്നീട് എമർജൻസി ഫണ്ടിലേക്കോ മ്യൂച്വൽ ഫണ്ടിലേക്കോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ അക്കൗണ്ട്, ഇതാണ് ഡിജിറ്റൽ കക്കയുമ്പോ. ഇതിനെ നമുക്ക് ലൈഫ് സ്റ്റൈൽ അക്കൗണ്ട് എന്നും വിളിക്കാം. അതായത് നമ്മുടെ എന്റർടൈൻമെന്റ് പർപ്പസിനായിട്ട് ഉപയോഗിക്കേണ്ടത്. സിനിമ കാണാൻ, യാത്ര പോകാനൊക്കെ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് മാത്രം പണം ചെലവഴിക്കുക. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ അക്കൗണ്ടാണ് പണം സ്കാൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അതായത് UPI, ഗൂഗിൾ പേ അല്ലെങ്കിൽ വാലറ്റിലൊക്കെ ആഡ് ചെയ്യേണ്ടത്. ഈ അക്കൗണ്ടിലെ കാശ് തീർന്നിട്ടുണ്ടെങ്കിൽ ആ മാസത്തെ ആ വകയിലുള്ള ചെലവുകൾ ഒഴിവാക്കണം. പണ്ട് ജപ്പാൻകാർ ഈ കവറിലുള്ള കാശ് തീർന്നു കഴിഞ്ഞാൽ ഒഴിവാക്കുന്നത് പോലെ. അതുപോലെ തന്നെ ഈ ഒരു ടെക്നിക്കിന്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതാണ് 24 hour റൂൾ. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തും ആയിക്കോട്ടെ, അത് പെട്ടെന്ന് വാങ്ങരുത്. ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടും നമുക്ക് ആ ഇഷ്ടം നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക എന്നാണ്. അതായത് പല കാര്യങ്ങളോടും നമുക്ക് പെട്ടെന്ന് താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു 24 മണിക്കൂറിനകം അത് കുറയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ ഒരു റൂള് പറഞ്ഞു വെക്കുന്നത്. ആ വകയിലും നമുക്ക് പണം സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡെയിലി ചെലവുകളൊക്കെ എഴുതി വെച്ച് ഈ ഒരു 3 അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഈ റൂളൊന്ന് പാലിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ മാറ്റം മനസ്സിലാവും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ ഒരു 3 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ എഫക്റ്റീവ് ആകും എന്നാണ് പറയുന്നത്. അപ്പോൾ വരുമാനം എത്രയാണെങ്കിലും ഈ ജപ്പാനീസ് ആർട്ട് ഓഫ് സേവിങ് മണി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ.